ഹായ്, പുതിയ വീഡിയോയിലേക്ക് വീഡിയോ ഹയർച്ചിനെ കുറിച്ച് തന്നെയാണ്. അപ്പോൾ ഇന്ന് ഹയർച്ചോളികൾക്ക് പ്രത്യേകിച്ച് ഹയർച്ചോളികൾക്ക് ഒരു സന്തോഷത്തിൻ്റെ ദിവസമായിരുന്നു. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഇന്ന് മനോരമയിലോ മറ്റോ ഉണ്ടായിരുന്ന ഒരു വാർത്തയാണ്. ഇവരുടെ 100 കോടി രൂപ വിദേശത്തെ കടത്തി എന്നതിന് തെളിവ് കണ്ടെത്തിയിട്ടില്ല, ഇതുവരെ തെളിവ് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. 100 കോടി വിദേശത്തേക്ക് കടത്തി, പിന്നെ ക്രിപ്റ്റോ വഴി 100 കോടി വിദേശത്തേക്ക് കടത്തി എന്നതായിരുന്നു ഒരു ആരോപണം. അതുകൊണ്ട് തന്നെ അതിന് തെളിവ് കിട്ടിയിട്ടില്ല, ഇതുവരെ തെളിവ് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഹൈറിച്ചോളികളുടെ വ്യൂസിന് വേണ്ടി വീഡിയോ ചെയ്യുന്ന ഹൈറിച്ച് ചാനലുകളും അതിൽ ഇപ്പം 2-3 ഉള്ളൂ എങ്കിലും അവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അങ്ങനെയെങ്കിൽ ഇത് വ്യാജ പരാതിയാണ്, തെളിവില്ലാത്ത കേസുകൾ, തെളിവില്ലാത്ത കാര്യങ്ങളാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇഡിക്ക് പോലും തെളിവ് കിട്ടിയിട്ടില്ല, അതുകൊണ്ട് തന്നെ ഇത് വ്യാജ പരാതിയാണ്. 2 ലക്ഷം ആൾക്കാരെ, സാധാരണക്കാരെ ബാധിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് ഇഡിക്ക് കനിവുണ്ടാവണം, അതുകൊണ്ട് വേഗം തുറന്നു കൊടുക്കണം, ഈ മണി ചേഞ്ച് ചെയ്യാനുള്ള പെർമിഷൻ കൊടുക്കണം എന്നാണ് ഒരു ഹൈറിച്ചിൻ്റെ സ്പെല്ലിങ് പോലും അറിയാത്ത ഇവനൊക്കെ ഉണ്ടാക്കുന്നത്. അതാണ് കാലിക്കറ്റ് വിഷ്ണ, അങ്ങനെ എന്തോ ആണ് ആ ചാനലിൻ്റെ പേര്. ഹൈറിച്ചിൻ്റെ സ്പെല്ലിങ് പോലും അറിയില്ല, HI റിച്ച് എന്നാണ് ഹൈറിച്ച്. എന്താണ്, വയസ്സായിട്ടും കാര്യമില്ല, വിദ്യാഭ്യാസം ഉണ്ടാവില്ലല്ലോ. വയസ്സായി വെച്ചിട്ട് വിദ്യാഭ്യാസം ഉണ്ടാവണം, ഇതൊന്നും ഒരു സ്പെല്ലിങ് പോലും അറിയണമെന്നില്ല. അപ്പോൾ നമ്മൾ ഹൈറിച്ചിൻ്റെ കേസിൽ ED അന്വേഷിക്കുന്നത് പല കാര്യങ്ങളാണ്. ഒന്ന് കള്ളപ്പണം, പിന്നെ വിദേശത്തേക്ക് കടത്തിയത്, പിന്നെ പോൺസി സ്കീം, പിന്നെ ഇവർ മറ്റ് സംസ്ഥാനങ്ങളിൽ വാങ്ങിക്കൂട്ടിയ സ്വത്തുവകകൾ, അതൊക്കെയാണ് ED അന്വേഷിക്കുന്നത്. PMLA പരിധിയിൽ വരുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. ഒരു ഡാറ്റ എടുത്തു കഴിഞ്ഞാൽ കഴിഞ്ഞ 2016-17 മുതൽ 2021-22 വരെ ED എടുത്തിരിക്കുന്ന കേസുകൾ മുഖ്യമായും ബാങ്ക് ഫ്രോഡ്, എന്നുവെച്ചാൽ ഇതേപോലുള്ള ചില സഹകരണ ബാങ്ക്, മറ്റുള്ള ബാങ്കുകളിലെ തട്ടിപ്പുകൾ, അന്യായമായിട്ട് വായ്പ കൊടുക്കുക, അതിൻ്റെ കമ്മീഷൻ അടിക്കുക, എന്നിട്ട് അതുപോലെ തന്നെ ബാങ്കുകളെ പൊളിക്കുക, ബാങ്കിൻ്റെ ഭാഗമായി നിന്നുകൊണ്ട് ബാങ്ക് തന്നെ പൊളിക്കുക. അത് സാധാരണക്കാരുടെയും മറ്റ് ഉള്ളവരുടെയും പണമാണല്ലോ. അപ്പോൾ അങ്ങനെ ബാങ്കുകൾ പൊളിക്കുന്ന കാര്യങ്ങൾ. പിന്നെയുള്ളത് പോൺസി സ്കീം, രണ്ടാളെ ചേർത്ത് ഇങ്ങനെ മേലിലവന് നയിക്കാതെ പൈസ കിട്ടുന്ന ആ കാര്യം, പോൺസി സ്കീം. മൂന്നാമതായിട്ടുള്ള ഗവൺമെൻറ്റിൻ്റെ ഫണ്ട് അടിച്ചു മാറ്റുന്ന പരിപാടി. ഗവൺമെൻറ്റിൻ്റെ ഫണ്ട് പല കാര്യങ്ങൾ പറഞ്ഞ് തട്ടിപ്പ് പ്രൊജക്റ്റുകൾ ഉണ്ടാക്കി അടിച്ചു മാറ്റുന്ന കേസുകൾ, സ്കാം നടത്തി, കറപ്ഷൻ നടത്തി ചെയ്യുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഉള്ള കഴിഞ്ഞ 2016-17 മുതൽ 21-22 വരെയായിട്ട് 266 ആൾക്കാരെയാണ് ED അറസ്റ്റ് ചെയ്തത് ഇന്ത്യയിലൊട്ടാകെ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, നമ്മുടെ സ്കാമാണ്, ടിപ്പിക്കൽ പോൺസി സ്കീമാണ് ഹൈറിച്ച് എന്ന് ഇനി മനസ്സിലാവാത്ത ആരും ഉണ്ടാവില്ല. അപ്പോൾ ഇവരുടെ വിദേശത്തേക്ക് പണം കടത്തിയത് എന്ന് മാത്രമല്ല, അതിൻ്റെ കാര്യങ്ങൾ, ക്രിപ്റ്റോയുടെ കാര്യങ്ങളൊക്കെ ഹൈദരാബാദിൽ നിന്നുള്ള സ്പെഷ്യൽ ടീം, ഇത്തരം ക്രിപ്റ്റോ സ്കാമുകളെ കുറിച്ച് അന്വേഷിക്കുന്ന സ്പെഷ്യൽ ടീം EDയുടെ കൊച്ചി യൂണിറ്റുമായി സഹകരിച്ചിട്ട് അന്വേഷണം തുടങ്ങാനിരിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ കിട്ടും എങ്ങനെയാണ് HRC കോയിന് ഇത്ര ഡെയിലി കയറ്റും ഇറക്കും എങ്ങനെയാണ് ഉണ്ടായിരിക്കുന്നത്. മണിക്കൂറുകളിൽ കയറുന്നു ഇറങ്ങുന്നു. ചില ദിവസങ്ങൾ $8 വരെ പോകുന്നു, ചില ദിവസങ്ങളിൽ അത് $1.5 ചുരുങ്ങുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിക്കും. എന്തിനാണിവർ ഇത്രയധികം ബിനാൻസ് കോയിൻ വാങ്ങിയത്? ഏത് പണം കൊണ്ടാണ്? പബ്ലിക്കിൻ്റെ അടുത്ത് നിന്ന് പിരിച്ചിരിക്കുന്ന പണം കൊണ്ടാണോ ഇവർ ഇത്രയും ബിനാൻസിൻ്റെ കോയിൻ വാങ്ങിയിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ അന്വേഷിക്കും. അതുപോലെ തന്നെ ഇതിൽ കോടിക്കണക്കിന് രൂപ നിക്ഷേപിച്ചവരുണ്ട്. അവരൊക്കെ ആ നിക്ഷേപിച്ചത് നികുതി അടച്ച എല്ലാവിധ വൈറ്റ് മണി തന്നെയാണോ, അല്ലെങ്കിൽ അത് കള്ളപ്പണമാണോ ഇതിലെ കൊണ്ടിട്ടിരിക്കുന്നത്? അതുപോലെ തന്നെ ഇതിൽ നിന്ന് വരുമാനം കിട്ടിയ ഒരുപാട് ആൾക്കാരുണ്ട് അല്ലേ. കോടിക്കണക്കിന് രൂപ 5 വയസ്സുകാരൻ മാസം വാങ്ങുന്നത് 10 ലക്ഷമാണ് എന്ന് പറഞ്ഞു നടന്ന ജിനിൽ ജോസഫിനെ പോലെയുള്ള ആൾക്കാർ, എൻ്റെ മകൻ 5 വയസ്സുള്ള മകൻ ഇപ്പോൾ വാങ്ങുന്നത് 10 ലക്ഷമാണ് മാസം വാങ്ങുന്നത് എന്നൊക്കെ പറഞ്ഞിരിക്കുന്നവർ, അവരൊക്കെ
നികുതി അടച്ചിട്ടുണ്ടോ, ഇതൊക്കെ ആരുടെ പണമാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഈ മണി ലോണ്ടറിങ്ങിൻ്റെ പരിധിയിൽ വരുന്ന കാര്യങ്ങളാണ്. നമ്മുടെ ബഡ്സ് ആക്ട് എന്ന് പറയുന്നത് പണം നിക്ഷേപിച്ച് മുങ്ങുന്ന പരിപാടികളാണ് ഈ ബഡ്സ് ആക്ടിൻ്റെ കാര്യങ്ങൾ. ഒരു ബാങ്ക് അല്ലെങ്കിൽ ധനകാര്യ സ്ഥാപനം അല്ലെങ്കിൽ മറ്റുള്ള പല സ്കീമുകളിൽ പണം വാങ്ങുകയും പിന്നെ അതിൻ്റെ വാഗ്ദാനം ചെയ്ത പൈസ കൊടുക്കാതെ മുങ്ങുന്ന പരിപാടിയാണ് ബഡ്സ് ആക്ടിൻ്റെ പരിധിയിൽ വരുന്നത്. അപ്പോൾ നമ്മുടെ കൂപ്പണും കാര്യങ്ങളൊക്കെ അതിൻ്റെ പേരിൽ വരും. അതുപോലെ തന്നെ നിക്ഷേപിച്ചവരും വരുമാനം വാങ്ങിയവരും മറ്റേതിൻ്റെ പരിധിയിലും വരും. അപ്പോൾ രണ്ടിൻ്റെ പരിധിയിലും ഉള്ള കാര്യം തന്നെയാണ്. നിരവധിയായിട്ടുള്ള ഇതുപോലെയുള്ള സ്കാം പ്രൊജക്റ്റുകളൊക്കെ ഉൾപ്പെടുന്ന ഒരു സംഭവമാണ് ഹൈറിച്ച് എന്ന് പറയുന്നത്. അതുകൊണ്ട് സന്തോഷിക്കുന്നവർ വിഡ്ഢികളുടെ മൂഢസ്വർഗത്തിലാണ് എന്ന് മാത്രമേ പറയാനുള്ളൂ. യാഥാർത്ഥ്യം നിങ്ങളുടെ കഴുത്തിന് പിടിക്കുക തന്നെ ചെയ്യും. കൂടുതലൊന്നും പറയാനില്ല. ബൈ.